ഈ എപ്പിസോഡിൽ 1000 രൂപയ്ക്ക് താഴെയുള്ള 10 മികച്ച ഓഹരികളിലെ 5 എണ്ണത്തിനെ പരിചയപ്പെടാം. ഇതിൽ ആദ്യത്തെ സ്റ്റോക്ക് ഇപ്പോൾ നല്ല രീതിയിൽ താഴേക്ക് വന്നിട്ടുള്ള IT സെക്ടറിൽ നിന്നുമുള്ള സൊണാറ്റ സോഫ്റ്റ്വെയർ ആണ്. ഈ കഴിഞ്ഞ ജനുവരി മാർച്ച് പാദത്തിലെ റിസൾട്ട് മാർക്കറ്റിന്റെ പ്രതീക്ഷകൾക്കൊത്ത് ഉയരാത്തതാണ് സ്റ്റോക്കിൽ ഇടിവിന് കാരണമായത്. ദീർഘകാല നിക്ഷേപകർക്ക് ഈ സ്റ്റോക്കിൽ ഒരു സുവർണ അവസരമാണ് കൈവന്നിരിക്കുന്നത് എന്ന് വേണം കരുതാൻ. ഇപ്പോൾ 515 രൂപ 25 പൈസയിൽ ട്രേഡ് ചെയ്യുന്ന ഈ ഓഹരിയുടെ ഒരു വർഷത്തെ ഉയർന്ന വില 870 രൂപയും താഴ്ന്ന വില 475 രൂപയുമാണ്. ഈ സ്റ്റോക്ക് അതിന്റെ ഉയർന്ന വിലയിൽ നിന്നും ഏകദേശം 40% കുറവിലാണ് ഇപ്പോൾ ട്രേഡ് ചെയ്യുന്നത്. കമ്പനിയുടെ നിലവിലെ വിപണി മൂല്യം 14,448 കോടിയാണ്. PE റേഷ്യോ 46.82% ഇൻഡസ്ട്രി PE 27.79 ആണ്. ഈ സീരീസിലെ അടുത്തതായി വരുന്ന ഓഹരി ബർജർ പെയിന്റ്സ് ആണ്. കുറച്ച് ദിവസങ്ങളായി ഈ ഓഹരിയിൽ ഇടിവ് തുടർന്നുകൊണ്ടേയിരിക്കുന്ന പ്രവണതയാണ് കണ്ടുവരുന്നത്. പെയിന്റ് സെക്ടറിലെ വർദ്ധിച്ചു വരുന്ന കിടമത്സരവും വളർച്ചയിൽ വന്നേക്കാവുന്ന മാനേജ്മെന്റ് തലത്തിൽ നിന്നുമുള്ള മോശം കമന്ററിയുമാണ് ഈ സ്റ്റോക്കിന്റെ ഇടിവിന് കാരണം. എന്നിരുന്നാലും ഈ ഇടിവ് ഹ്രസ്വകാലത്തേക്ക് മാത്രമാവാനാണ് സാധ്യത. ബർജർ പെയിന്റ്സ് വളരെ വളർച്ചാ സാധ്യതയുള്ള കമ്പനി തന്നെയാണ്. കാരണം ഇന്ത്യയിൽ തന്നെ ഏഷ്യൻ പെയിന്റ്സ് കഴിഞ്ഞാൽ ഏറ്റവും ജനപ്രിയ ബ്രാൻഡാണ് ബർജർ. ഈ ഓഹരിയുടെ ഇപ്പോഴത്തെ വില 460 രൂപയും ഒരു വർഷത്തെ ഉയർന്ന വില 680 രൂപയ്ക്കടുത്തും താഴ്ന്ന വില വെള്ളിയാഴ്ചത്തെ തന്നെ താഴ്ന്ന വിലയായ 450 രൂപ 80 പൈസയുമാണ്. ഇപ്പോൾ വളരെ കുറഞ്ഞ മൂല്യത്തിൽ ട്രേഡ് ചെയ്യുന്ന ഈ ഓഹരി ദീർഘകാലത്തേക്ക് വളരെ മികച്ചതാണ്. കമ്പനിയുടെ നിലവിലെ വിപണി മൂല്യം 53,574 കോടിയാണ്. PE റേഷ്യോ 45.86%, ഇൻഡസ്ട്രി PE 47.21%. ഈ ഓഹരി അതിന്റെ ഉയർന്ന വിലയിൽ നിന്നും 48% കുറവിലാണ് ഇപ്പോൾ ട്രേഡ് ചെയ്യുന്നത്. ദീർഘകാലത്തേക്ക് മികച്ച റിട്ടേൺ കൊടുത്തിട്ടുള്ള ഓഹരിയാണ് ബർജർ പെയിന്റ്സ് ഇന്ത്യ ലിമിറ്റഡ്. മൂന്നാമതായി വരുന്ന ഓഹരി ക്യാൻഫിൻ ഹോംസ് ആണ്. ഭവന നിർമ്മാണത്തിനുള്ള ധനസഹായം നൽകുകയെന്ന പ്രാഥമിക ലക്ഷ്യത്തോടെയാണ് കമ്പനി ബാംഗ്ലൂരിൽ സ്ഥാപിതമായത്. പൊതുമേഖലാ ബാങ്കായ കാനറ ബാങ്ക് ആണ് ക്യാൻഫിൻ ഹോംസിന്റെ പ്രൊമോട്ടർമാർ. ഓരോ ക്വാർട്ടറിലും മികച്ച സാമ്പത്തിക ഫലങ്ങളാണ് ഈ കമ്പനി പ്രഖ്യാപിക്കുന്നത്. ഓഹരി ഇതിന്റെ എക്കാലത്തെയും ഉയരത്തിൽ നിന്നും 20% താഴെയാണ് ഇപ്പോൾ ട്രേഡ് ചെയ്യുന്നത്. ഇപ്പോൾ 727 രൂപ 20 പൈസ വിലയുള്ള ഈ ഓഹരിയുടെ ഒരു വർഷത്തെ ഉയർന്ന വില 910 രൂപയും താഴ്ന്ന വില 692 രൂപയുമാണ്. ഈ കമ്പനിയുടെ നിലവിലെ വിപണി മൂല്യം 9,682 കോടിയാണ്. PE റേഷ്യോ കുറഞ്ഞ മൂല്യമായ 12.91%. ഇൻഡസ്ട്രി PE 24.35%. നാലാമതായി വരുന്ന ഓഹരി കുറച്ച് റിസ്ക് കൂടിയ സ്മോൾ ക്യാപ് കാറ്റഗറിയിൽപ്പെട്ട പ്രിൻസ് പൈപ്സ് ആണ്. PVC, CPVC പൈപ്പുകൾ, ഫിറ്റിങ്ങുകൾ കൂടാതെ വാട്ടർ ടാങ്ക് മുതൽ വിപുലമായ ഉൽപ്പന്ന ശ്രേണിയാണ് ഈ കമ്പനിക്കുള്ളത്. ഇപ്പോൾ 21.5% ഡിസ്കൗണ്ടിൽ ട്രേഡ് ചെയ്യുന്ന ഈ ഓഹരിയുടെ ഇപ്പോഴത്തെ വില 610 രൂപയും ഒരു വർഷത്തെ ഉയർന്ന വില 776 രൂപയും താഴ്ന്ന വില 521 രൂപ 35 പൈസയുമാണ്. കമ്പനിയുടെ നിലവിലെ വിപണി മൂല്യം 6,744 കോടിയാണ്. PE റേഷ്യോ 36.93%. ഇൻഡസ്ട്രി PE 61.96%. ദീർഘകാലത്തേക്ക് സൂക്ഷിച്ചു വെക്കാവുന്ന മികച്ച ഓഹരിയാണ് പ്രിൻസ് പൈപ്സ്. അഞ്ചാമതായി ഓട്ടോ സെക്ടറിൽ നിന്നുള്ള യൂനോ മിൻഡയാണ്. ഓട്ടോമൊബൈലുകൾക്കുള്ള സ്വിച്ചുകൾ, ലാമ്പുകൾ, ഹോണുകൾ എന്നിവയുടെ നിർമ്മാണത്തിൽ ഏർപ്പെട്ടിരിക്കുന്ന ഡൽഹി ആസ്ഥാനമായുള്ള കമ്പനിയാണ് യൂനോ മിൻഡ. ഈ കഴിഞ്ഞ ക്വാർട്ടറിൽ വളരെ മികച്ച സാമ്പത്തിക ഫലങ്ങളാണ് കമ്പനിയുടേത്. ഇപ്പോൾ 850 രൂപ 25 പൈസ വിലയുള്ള ഈ ഓഹരിയുടെ ഒരു വർഷത്തെ ഉയർന്ന വില 929 താഴ്ന്ന വില 545. ദീർഘകാലത്തെ ചാർട്ട് പരിശോധിക്കുമ്പോൾ സ്ഥിരമായി മികച്ച ലാഭം കൊടുത്തുകൊണ്ടിരിക്കുന്ന ഓഹരിയാണ് ഇതെന്ന് മനസ്സിലാകും. ലാർജ് ക്യാപ് കാറ്റഗറിയിൽ പെടുന്ന ഈ കമ്പനിയുടെ നിലവിലെ വിപണി മൂല്യം 48,816 കോടിയാണ്. കുറച്ചുയർന്ന മൂല്യത്തിൽ ട്രേഡ് ചെയ്യുന്ന ഈ ഓഹരിയുടെ PE റേഷ്യോ 55.44%.
ഇൻഡസ്ട്രി PE 37.81 ആണ്. അടുത്ത വീഡിയോയിൽ 1000 രൂപയ്ക്ക് താഴെയുള്ള അടുത്ത 5 ഓഹരികളെ പരിചയപ്പെടാം. താങ്ക്